പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ രാജ്യതലസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് വരുമ്പോഴത്തേനും കുറേ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ് UPSC റാങ്ക് ഹോൾഡേഴ്സൊക്കെ. അപ്പോൾ ഇന്ന് അവർ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ചർച്ചയ്ക്ക് പോവുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടരുന്ന UPSC റാങ്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള സർക്കാരിൻ്റെ ചർച്ച ഇന്ന് നടക്കുക. രാവിലെ 10 മണിക്കാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിൽ യോഗം ചേരുന്നത്. ഉദ്യോഗാർത്ഥികൾ നിവേദനം നൽകിയതിനെ തുടർന്നാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. യോഗത്തിൽ ഉദ്യോഗാർത്ഥികളുടെ 3 പ്രതിനിധികളും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഹാൻസ് ജോൺ വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നുണ്ട്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമരം തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി. ആ സമരം ഒരു ഘട്ടത്തിൽ നിരാഹാര സമരത്തിലേക്ക് പോയിരുന്നു. ആ നിരാഹാര സമരം കൂടി പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് സർക്കാർ ഇതിൽ ഇടപെടുന്നതും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നതും. എന്നാൽ ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണമെന്നൊരു ആവശ്യം ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ വയ്ക്കുന്നതും. അതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് ഈ ഉദ്യോഗാർത്ഥികൾ നിരാഹാര സമരം അവസാനിപ്പിച്ചെങ്കിലും സമരം തുടരുക തന്നെയായിരുന്നു. ഇപ്പോഴും സമരം തുടരുന്നുണ്ട്. ഇന്നവർ വളരെ പ്രതീക്ഷയോടുകൂടി സർക്കാരിന് മുന്നിലേക്ക് പോവുകയാണ്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുഭാവപൂർണമായ ഒരു പരിഗണന സർക്കാരിൽ നിന്നും കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചർച്ച നടക്കുന്ന ദിവസം എന്ത് പ്രതീക്ഷിക്കണം ഹാൻസ്? സേതു, LPST റാങ്ക് ഹോൾഡർമാർ ഉന്നയിച്ച സമാനമായ ആവശ്യങ്ങൾ തന്നെയാണ് UPSC റാങ്ക് ഹോൾഡർമാരും ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി അധ്യാപക അനുപാതം കുറയ്ക്കുക, നിലവിലെ റാങ്ക് പട്ടികയിൽ നിന്നും അടിയന്തരമായി നിയമനം നടത്തുക, ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് UPSC റാങ്ക് ഹോൾഡർമാർ സർക്കാരിൻ്റെ മുന്നിലേക്ക് വച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 5000-ലധികം ആളുകളുള്ള റാങ്ക് പട്ടികയിൽ നിന്നും 10-ൽ താഴെ ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. ഒരു വർഷം ഈ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. 2 വർഷം കൂടി മാത്രം, അല്ലെങ്കിൽ 1.5 വർഷത്തോളം മാത്രമാണ് നിലവിൽ ഈ UPSC റാങ്ക് ഹോൾഡർമാരുടെ റാങ്ക് പട്ടികയുടെ കാലാവധി. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പരമാവധി ആളുകൾക്ക് നിയമനം നൽകുക എന്നുള്ളത് തന്നെയാണ് UPSC റാങ്ക് ഹോൾഡർമാരുടെ ആവശ്യം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിരവധി തവണ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കാണുകയും ഇവരുടെ നിവേദനം സമർപ്പിക്കുകയും ചെയ്തത്. അന്ന് ഈ ആവശ്യങ്ങൾ കേട്ടു എന്നതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പോ സംസ്ഥാന സർക്കാരോ തയ്യാറായില്ല. പക്ഷേ LPST റാങ്ക് ഹോൾഡർമാരുടെ സമരത്തിൽ ഒരു തീരുമാനമായതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം UPSC റാങ്ക് ഹോൾഡർമാരും വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകി. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് യോഗം വിളിച്ചു ചേർത്തത്. രാവിലെ 10 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിൽ യോഗം ചേരും. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 3 പ്രതിനിധികളും അതിനോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ ഉണ്ടാകും. തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് UPSC റാങ്ക് ഹോൾഡർമാർ പറയുന്നത്. സർക്കാർ അടിയന്തരമായി പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളിൽ നിലപാട് സ്വീകരിക്കണം, അവ പരിഹരിക്കണം എന്ന് തന്നെയാണ് UPSC റാങ്ക് ഹോൾഡർമാരുടെ ആവശ്യം. പക്ഷേ അതേസമയം സർക്കാർ ഏത് തരത്തിലുള്ള ഫോർമുലയായിരിക്കും ഈ UPSC റാങ്ക് ഹോൾഡർമാരുടെ മുന്നിലേക്ക് വയ്ക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടന്നിട്ടില്ല. സമാനമായി LPSC റാങ്ക് ഹോൾഡർമാരുടെ മുന്നിലേക്ക് വെച്ചതുപോലെ ഒരു സാവകാശം സർക്കാർ തേടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. സേതു. ഓക്കെ ഹാൻസ്, ശരി. അപ്പോൾ ഇന്ന് വളരെ പ്രതീക്ഷയോട് കൂടി UPSC റാങ്ക് ഹോൾഡേഴ്സ് കൂടി സർക്കാരിന് മുന്നിലേക്ക് പോവുകയാണ്. LPSC റാങ്ക് ഹോൾഡേഴ്സിന് മുന്നിൽ വച്ച പോലുള്ളൊരു സാവകാശമായിരിക്കുമോ, അതോ അവരുടെ ആവശ്യങ്ങൾക്കൊരു പരിഹാരം ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നറിയേണ്ടതാണ്.